ബംഗ്ലാദേശിലെ തെരുവുകളിൽ ഇപ്പോൾ ഉയരുന്നത് വെറും ഒരു ഫുട്ബോൾ ആവേശത്തിന്റെ പതാകകളല്ല, മറിച്ച് ഇന്ത്യക്ക് വലിയ സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന പുതിയൊരു തീവ്രവാദത്തിന്റെ അടയാളങ്ങളാണ്. ഫിഫ ലോകകപ്പിന്റെ പശ്ചാത്തലത്തിൽ ബ്രസീലിന്റെയും അർജന്റീനയുടെയും പതാകകൾക്ക് പകരം അൽ ഖ്വയ്ദയുടെയും ISISന്റെയും താലിബാന്റെയും കലിമ പതാകകളാണ് ബംഗ്ലാദേശിൽ ഉടനീളം ഇപ്പോൾ പാറിപ്പറക്കുന്നത്. അയൽ രാജ്യത്ത് നടക്കുന്ന ഈ പരസ്യമായിട്ടുള്ള തീവ്രവാദ പ്രകടനങ്ങൾ വെറും ഒരു ആഭ്യന്തര വിഷയമല്ലെന്നും, അതായത് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര വിഷയം മാത്രമല്ലെന്നും, അത് ഇന്ത്യയുടെ ദേശീയ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്ന ഒന്നാണെന്നും നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയോടെയാണ് ഇന്ത്യ ഈ നീക്കങ്ങളെ നോക്കിക്കാണുന്നത്. റോഡുകളിലും പാലങ്ങളിലും കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിലും മാത്രമല്ല, വലിയ മോട്ടോർ സൈക്കിൾ റാലികളിലുമാണ് ഈ പതാകകൾ വ്യാപകമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. അറബിയിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് എഴുതിയ കലിമാ പതാകകളാണിത്. ഇവിടെ ആശങ്കജനകമായിട്ടുള്ള കാര്യം ആ വാക്കുകളല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ കൊടും ഭീകരവാദ സംഘടനകൾ ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളെ, പതാകകളെ മനഃപൂർവ്വം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് പ്രമുഖ സുരക്ഷാ നിരീക്ഷകൻ ബ്രിഗേഡിയർ ജനറൽ M സഖാവത്ത് ഹുസൈൻ മുന്നറിയിപ്പ് നൽകുന്നു. പ്രധാനമായും രണ്ട് തരം പതാകകളാണ് ബംഗ്ലാദേശിൽ കണ്ടുവരുന്നത്. വെള്ള പശ്ചാത്തലത്തിൽ കറുത്ത അക്ഷരങ്ങളുള്ള താലിബാൻ പതാകകളും കറുത്ത പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരങ്ങളുള്ള അൽ ഖ്വയ്ദ ഇസ്ലാമിക് സ്റ്റേറ്റ് പതാകകളും ഇതിൽ ഉൾപ്പെടുന്നു. ലോകകപ്പിന്റെ പേരിൽ അന്യരാജ്യങ്ങളുടെ പതാകകൾ ഉയർത്തുന്നതിനെ എതിർത്തുകൊണ്ടാണ് ഇവർ ഇത്തരം റാലികൾ നടത്തുന്നത്. ഇതൊരു സ്വാഭാവിക ഫുട്ബോൾ പ്രതിഷേധമായി കാണാൻ കഴിയില്ല. 2024 ഷെയ്ഖ് ഹസീന സർക്കാരിന്റെ പതനത്തിന് ശേഷം ബംഗ്ലാദേശിൽ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾ എത്രത്തോളം ശക്തമായിരിക്കുന്നു എന്നതിന്റെ നേർചിത്രമാണിത്. മുൻ സർക്കാർ നിരോധിച്ചിരുന്ന ഹിസ്ബുത്ത് തഹ്രീർ പോലെയുള്ള സംഘടനകൾ ഇപ്പോൾ രാജ്യത്ത് പരസ്യമായി പ്രവർത്തിക്കുകയും തങ്ങളുടെ സ്വാധീനം വ്യാപിപ്പിക്കുകയുമാണ്. അധികാരമാറ്റത്തിന് ശേഷം മതേതരത്വം തകരുകയും ബംഗ്ലാദേശിന്റെ നിയന്ത്രണം പതുക്കെ ഇത്തരം ഗ്രൂപ്പുകളുടെ കൈകളിലേക്ക് മാറുകയും ചെയ്യുന്നു എന്നതിന്റെ ശക്തമായിട്ടുള്ള സൂചനയാണ്. ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിയുടെ മുൻ MP ആയിട്ടുള്ള മുഹമ്മദ് അലി അറാഫത്തിന്റെ വാക്കുകൾ ഈ ഭയത്തെ അടിവരയിടുന്നു. അവാമി ലീഗ് ഇല്ലാത്ത ബംഗ്ലാദേശ് എങ്ങനെയിരിക്കും എന്നതിന്റെ തെളിവാണിതെന്നും, അൽ ഖ്വയ്ദയുടെയും ISISന്റെയും പതാകകളുമായി ജിഹാദി ഗ്രൂപ്പുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ഇതാണ് പുതിയ ബംഗ്ലാദേശ് എന്നുമാണ് അദ്ദേഹം പ്രതികരിച്ചത്. അങ്ങേയറ്റം ഭയാനകമായിട്ടുള്ള അവസ്ഥ. ഫുട്ബോൾ ആഘോഷങ്ങൾക്കിടയിൽ നുഴഞ്ഞു കയറി തങ്ങളുടെ സാന്നിധ്യം പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഈ ഭീകരവാദ അനുകൂല ഗ്രൂപ്പുകൾ ഇന്ത്യയുടെ അതിർത്തി സുരക്ഷയ്ക്ക് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഭരണകൂടം ദുർബലമാകുമ്പോൾ ഒരു അയൽരാജ്യം എത്ര വേഗമാണ് തീവ്രവാദത്തിന്റെ പിടിയിലേക്ക് വഴുതി വീഴുന്നത് എന്ന് ഈ സംഭവങ്ങൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. സ്വന്തം മണ്ണിൽ വേരുറപ്പിക്കുന്ന ഈ പുതിയ ഭീഷണികളെ ചെറുക്കാൻ ബംഗ്ലാദേശ് പരാജയപ്പെടുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിർത്തിയിലെ നിരീക്ഷണവും സുരക്ഷാ ജാഗ്രതയും കൂടുതൽ കർശനമാക്കേണ്ട സമയമാണ്.